നമസ്കാരം. പശ്ചിമ ബംഗാൾ എങ്ങനെയെങ്കിലും മമതയുടെ കയ്യിൽ നിന്നും വാങ്ങിയെടുക്കാനുള്ള പണികളാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവിധ പിന്തുണയും നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട് കേട്ടോ. അതെ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയായ വോട്ട് അവകാശത്തിന് മേൽ വീണ്ടും കരിനിഴൽ വീഴ്ത്തുകയാണ് അവർ. പശ്ചിമ ബംഗാളിൽ വോട്ടർ പട്ടിക പുതുക്കലിന്റെ പേരിൽ നടക്കുന്ന വെട്ടിത്തിരുത്തലുകൾ വെറും ഒരു ഭരണപരമായ നടപടിയല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന സംശയം ഇന്ന് കൂടുതൽ ബലപ്പെട്ടിരിക്കുന്നു. 70 ലക്ഷത്തോളം പേർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ അത് ജനാധിപത്യ പ്രക്രിയയിലെ ശുദ്ധീകരണമല്ല, മറിച്ച് BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ ഭൂമിക ഒരുക്കാനുള്ള നീക്കമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായുണ്ട്. ബംഗാളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ 58 ലക്ഷം പേരെ ഒഴിവാക്കിയപ്പോൾ തന്നെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ 5 ലക്ഷം പേരെ കൂടി ഒഴിവാക്കിയതും രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകളെ പുറത്തു നിർത്തുന്നതും ദുരൂഹമാണ്. പലപ്പോഴും ഇത്തരം പരിശോധനകൾ ലക്ഷ്യമിടുന്നത് ദരിദ്രരെയും കുടിയേറ്റ തൊഴിലാളികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെയും ഒക്കെ തന്നെയാണ്. കൃത്യമായ രേഖകൾ സൂക്ഷിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ഈ വിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതിലൂടെ BJPക്ക് തടസ്സമാകുമെന്ന് അവർ കരുതുന്ന വോട്ടുകളെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത്. ബംഗാളിലെ ഈ പരീക്ഷണം വിജയകരമെന്ന് കണ്ടതോടെയാണ് കേരളം ഉൾപ്പെടെയുള്ള 22 ഇടങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത് എന്നതുകൂടി നമ്മൾ ഇവിടെ തിരിച്ചറിയണം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പ്രതിപക്ഷത്തിന് കരുത്തുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം കുറയ്ക്കുക എന്ന തന്ത്രമാണ് ഇതിലൂടെ BJP നടത്താൻ ശ്രമിക്കുന്നത്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം ഒരു ശുദ്ധീകരണം നടക്കുകയാണ് എങ്കിൽ അത് ഇവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ BJPക്ക് ലഭിക്കുന്ന സുവർണ അവസരമായിരിക്കുമെന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഭരണഘടനാപരമായ സ്വയം ഭരണാധികാരമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും BJPയുടെ ചട്ടുകങ്ങളായി മാറുന്നു എന്ന ആക്ഷേപം മുൻപും ഉയർന്നു വന്നിട്ടുണ്ട്. വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുക എന്ന ന്യായത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ്? കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ബംഗാളിലെയും വോട്ടർമാരെ പുറത്താക്കാൻ കാണിക്കുന്ന ഈ അത്യാവേശം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കാണുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഒരേ സമയം 22 ഇടങ്ങളിൽ പരിശോധന തുടങ്ങാൻ തിരക്കിട്ട് കത്തയക്കുന്ന നടപടി ജനാധിപത്യ സംവിധാനത്തിന് മേലുള്ള കടന്നുകയറ്റമല്ലാതെ മറ്റെന്താണ്? ബംഗാളിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വോട്ടർ വേട്ട രാജ്യവ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധം തന്നെയാണ്. ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കപ്പെടേണ്ടത് ഏതൊരു ജനാധിപത്യ വിശ്വാസിയുടെയും കടമയാണ്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വോട്ടർ പട്ടികയെ ആയുധമാക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നിന്ന് ഉയർന്നു വരേണ്ടത്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് കേവലം പേരുകളല്ല, മറിച്ച് ഈ രാജ്യത്തെ പൗരന്മാരുടെ ജനാധിപത്യപരമായ നിലനിൽപ്പാണ് എന്നതാണ് നമുക്കിവിടെ പറയാനുള്ളത്. എന്തായാലും പശ്ചിമ ബംഗാളിൽ വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ ഇത്രയേറെ വിവാദമാകുന്നതും രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണമായി ഇത് മാറുന്നതും എന്തുകൊണ്ടെന്ന ചോദ്യം ഏറെ പ്രസക്തമാണല്ലേ. എന്തുകൊണ്ട് ബംഗാളിലെ വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ള കൃത്യമായ കരുനീക്കമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്തിനാണ് ഈ തിരക്കിട്ട ശുദ്ധീകരണം? നമുക്ക് നോക്കാം. ഇന്ത്യൻ ജനാധിപത്യത്തിൽ പശ്ചിമ ബംഗാൾ എന്നും ഒരു നിർണായക ശക്തി കേന്ദ്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വോട്ടർ പട്ടിക പുതുക്കൽ എന്ന സാങ്കേതിക പ്രക്രിയയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ അധികാരികൾ ബംഗാളിനെ തെരഞ്ഞെടുത്തത്. 70 ലക്ഷത്തോളം പേർ പട്ടികയ്ക്ക് പുറത്താക്കുമെന്ന് ഭീഷണി നേരിടുമ്പോൾ അതിന്റെ പ്രത്യാഘാതം കേവലം വോട്ടെണ്ണൽ മാത്രമല്ല, ആ സംസ്ഥാനത്തിന്റെ സാമൂഹിക ഘടനയിൽ തന്നെയാകും പ്രതിഫലിക്കുക. BJPയെ സംബന്ധിച്ചിടത്തോളം കിഴക്കൻ ഇന്ത്യയിൽ തങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്ത വലിയ കോട്ടയാണ് ബംഗാൾ എന്ന് പറയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP വലിയ മുന്നേറ്റം ആഗ്രഹിച്ചുവെങ്കിലും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആധിപത്യം നിലനിർത്തുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർമാരുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുക എന്നത് പ്രതിപക്ഷത്തെ തളർത്താനുള്ള എളുപ്പ വഴിയായിട്ട് ഭരണകൂടം നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായിട്ടുള്ള മുർഷിദാബാദ്, മാൾഡ, സൗത്ത് 24, പർഗാനസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വോട്ടർമാരെ വ്യാപകമായി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് BJPക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. തൃണമൂൽ കോൺഗ്രസിന്റെ ഉറച്ച വോട്ട് ബാങ്കുകളെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ബംഗാളിലെ നടപടികൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കൂടി വ്യക്തമാണ്.
ഇത് വെറും ഒരു വീട് തോറുമുള്ള പരിശോധനയൊന്നുമല്ല, മറിച്ച് എറോനെറ്റ് 2.0 പോലുള്ള അത്യാധുനിക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് വോട്ടർമാരെ തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മാതാപിതാവിന് 6-ൽ കൂടുതൽ മക്കളുണ്ട് എങ്കിൽ അത് ലോജിക്കൽ എററായി കണക്കാക്കി പരിശോധനയ്ക്ക് അയക്കുന്നു. മുസ്ലിം കുടുംബങ്ങളെയും ദളിത് വിഭാഗങ്ങളെയും ലക്ഷ്യം വെക്കാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾ ബോധപൂർവം ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം ഇവിടെയാണ് ഉയർന്നു വരുന്നത്. നൊബൽ സമ്മാന ജേതാവ് അമർത്യ സെന്നിന്റെ പേര് പോലും ഇത്തരം പിഴവുകളുടെ പേരിൽ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമം നടന്നുവെന്നത് ഈ നീക്കത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന വിഷയം തന്നെയാണ്. ബംഗാളിനെ തിരഞ്ഞെടുക്കാൻ BJP പറയുന്ന പ്രധാന നയം ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റം തന്നെയാണ്. വോട്ടർ പട്ടികയിൽ ലക്ഷക്കണക്കിന് നുഴഞ്ഞുകയറ്റുകാരുണ്ട് എന്നും അവരെ നീക്കം ചെയ്യണമെന്നുമാണ് BJP ഉയർത്തുന്ന വാദം. എന്നാൽ ഇതിന്റെ മറവിൽ തലമുറകളായി ബംഗാളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെയും അതുപോലെ തന്നെ അഭയാർത്ഥികളെയും പൗരത്വമില്ലാത്തവരായി മുദ്രകുത്താനുള്ള ശ്രമം കൂടിയാണ് നടക്കുന്നത്. ഇത് യാഥാർത്ഥ്യത്തിൽ പരോക്ഷമായ NRC നടപ്പിലാക്കലാണ്. ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് വോട്ടർമാരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന തന്ത്രമാണ് ഇവരിവിടെ പ്രയോഗിക്കുന്നത്. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്വതന്ത്രമായ അധികാരങ്ങളിൽ പോലും കേന്ദ്ര കമ്മീഷൻ ഇടപെടുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന് ആരോപിച്ച് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നതും ഡൽഹിയിൽ നിന്നുള്ള നിരീക്ഷകരെ നേരിട്ട് അയക്കുന്നതും ബംഗാളിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പൂർണ്ണമായും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാക്കാനുള്ള നീക്കം തന്നെയാണ്. ബംഗാളിലെ വോട്ടർ പട്ടിക പുതുക്കൽ ഒരു സാധാരണ നടപടിയായിട്ട് കാണരുത്, മറിച്ച് ജനാധിപത്യപരമായ ഒരു അട്ടിമറി തന്നെയാണത്. പ്രതിപക്ഷ വോട്ടുകൾ വെട്ടിമാറ്റിയും ന്യൂനപക്ഷങ്ങളെ ഭീതിയിലാട്ടിയും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നടത്തുന്ന ഈ നീക്കം വിജയിച്ചാൽ വരും നാളുകൾ ഇന്ത്യയിലെ എല്ലാ BJP ഇതര സംസ്ഥാനങ്ങളിലും ഇത് ആവർത്തിക്കപ്പെടും, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വരെ. ജനാധിപത്യത്തിന്റെ കാവലാളായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവം പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ പറയാനുള്ളത്. പശ്ചിമ ബംഗാളിൽ BJPയുടെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കാൻ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ അതീവ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പശ്ചിമ ബംഗാളിനെ ഇതിന് തെരഞ്ഞെടുത്തത്. കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കപ്പുറം താഴെ തട്ടിലുള്ള ജനവിഭാഗങ്ങളെ സ്വാധീനിക്കുന്ന സമാന്തരമായ ഒരു പ്രതിരോധ വ്യൂഹം തന്നെയാണ് ബംഗാളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ പ്രതിരോധത്തിന്റെ ഏറ്റവും ശക്തമായ ആയുധം മമതാ സർക്കാർ നടപ്പിലാക്കുന്ന വിപുലമായ സാമൂഹിക ക്ഷേമ പദ്ധതികൾ തന്നെയാണ്. ലക്ഷ്മി ഭണ്ഡാർ, കന്യാശ്രീ തുടങ്ങിയ പദ്ധതികളിലൂടെ വലിയൊരു വനിതാ വോട്ട് ബാങ്കിനെ തൃണമൂൽ ഒപ്പം നിർത്തിയിട്ടുണ്ട്. BJP ഉയർത്തുന്ന ദേശീയതയെക്കാളും ഗ്യാരണ്ടികളെക്കാളും തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സഹായിക്കുന്ന ദീദിയുടെ പദ്ധതികൾ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനവും ചെലുത്തുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തൊഴിലില്ലാത്ത യുവാക്കൾക്കായിട്ട് യുവസാദി എന്ന പേരിൽ പ്രതിമാസം 1500 രൂപ നൽകുന്ന ഒരു പുതിയ പദ്ധതിയും ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നു എന്ന് ആരോപിക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ തനത് പദ്ധതികൾ മുടക്കമില്ലാതെ കൊണ്ടുപോകുന്നത് BJPക്കെതിരായ ശക്തമായ പ്രചാരണ ആയുധം തന്നെയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മമതാ ബാനർജിയുടെ ബുദ്ധിയും. ബംഗാളി സ്വത്വവും പ്രാദേശിക വികാരവും ഉയർത്തിപ്പിടിച്ചാണ് BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ബംഗാൾ നേരിടുന്നത്. BJPയെ ബംഗാളിന് പുറത്തുനിന്നുള്ളവരുടെ പാർട്ടി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ബംഗാളി സംസ്കാരത്തിന്റെയും ഭാഷയുടെയും കാവലാളായിട്ടാണ് മമത സ്വയം അവതരിക്കുന്നത് പോലും. ബംഗാളിലെ പ്രമുഖ സാംസ്കാരിക നായകർ, കലാകാരന്മാർ, ബുദ്ധിജീവികൾ എന്നിവരടങ്ങുന്ന സിവിൽ സൊസൈറ്റി BJPയുടെ രാഷ്ട്രീയത്തിനെതിരെ സജീവമായി നിലകൊള്ളുകയും ചെയ്യുന്നു. നോ വോട്ട് ടു BJP എന്ന പേരിലുള്ള ക്യാമ്പയിനുകൾ ഇതിന്റെ ഉദാഹരണമാണ്. വോട്ടർ പട്ടിക പുതുക്കൽ, അതായത് SIR പോലുള്ള സാങ്കേതിക നടപടികളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിലും ബംഗാൾ മാതൃക കാണിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ തൃണമൂൽ പ്രവർത്തകർ ബൂത്ത് തലത്തിൽ സജീവവുമാണ്. കോൺഗ്രസും ഇടതുപക്ഷവും ബംഗാളിൽ ദുർബലമായതോടെ BJPക്കെതിരായ ഒരേ ഒരു ബദൽ തൃണമൂലാണ് എന്ന ബോധ്യം വോട്ടർമാരിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉറപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കുർസിയോങ്ങിൽ നിന്നുള്ള BJP MLA വിഷ്ണു പ്രസാദ് ശർമ്മ തൃണമൂലിൽ ചേർന്നത് BJPക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളെയും മലയോര മേഖലകളിൽ അവർ നേരിടുന്ന തിരിച്ചടിയെയും സൂചിപ്പിക്കുന്നുണ്ട്. വിഭജന രാഷ്ട്രീയത്തെക്കാൾ വികസനത്തിനാണ് മുൻഗണന എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP പ്രതിനിധികൾ പോലും മമതയ്ക്കൊപ്പം ചേരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ ക്ഷേമ പദ്ധതികൾ, പ്രാദേശിക സ്വത്വബോധം, ചിട്ടയായ സംഘടനാ പ്രവർത്തനം എന്നിവ സമന്വയിപ്പിച്ചാണ് പശ്ചിമ ബംഗാൾ BJPയുടെ മിഷൻ ബംഗാളിനെ ഇപ്പോൾ ചെറുക്കുന്നത്. അത് തകർക്കാൻ വേണ്ടിയുള്ള BJPയുടെ കരുനീക്കങ്ങൾ തന്നെയായിട്ട് ഇതിനെ നമ്മൾ നോക്കിക്കാണുകയും വേണം. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.